വൺസ്. നമ്മൾ ഈ ഒരു സെഷനിൽ KTU 2019 സ്കീം പ്രകാരമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ യൂണിവേഴ്സിറ്റി പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇൻ ദിസ് സെഷൻ നമ്മൾ മൊഡ്യൂൾ 2ലാണ് നമ്മൾ സൊല്യൂഷൻ പ്രോഗ്രാം നടത്തുന്നത്. ആൻഡ് ഈ കോഡ് നമ്പർ എത്രയായിരുന്നു? യെസ്, ഇറ്റ് ഈസ് CET206 ആണല്ലേ. യെസ്, എക്സാം കോഡ് പേപ്പർ എത്രയാണ്? 2206 ആണ്. KTU 2019 സ്കീം പ്രകാരമുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് മൊഡ്യൂൾ 2ൻ്റെ. ഓക്കെ അല്ലേ? നമുക്കറിയാം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, പാർട്ട് ബി 14 മാർക്കിൻ്റെ എസ് ആണല്ലേ. അതിന് നമുക്ക് ചോയ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഈ സെഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ. പാർട്ട് എയിലെ 3 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ, ഹൗ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് എന്നാണ്. വാട്ട് ഈസ് മെൻ ബൈ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ, ഹൗ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ പ്രോപ്പർട്ടി ഓഫ് ദ അഗ്രിഗേറ്റ് അറിയാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. ഏതൊക്കെയാണ് അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്? ഒന്ന് സ്ട്രെങ്ത് ആണ്, ഒന്ന് ഹാർഡ്നെസ് ആണ്, മറ്റേത് ഇമ്പാക്ട് അല്ലെങ്കിൽ ടഫ്നെസ് ആണ് അല്ലേ. സ്ട്രെങ്ത്, ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ് ആണ് കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നാം. ഡിഫറൻസ് എന്താണ്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവൽ ലോഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, അതായത് പതുക്കെ ഗ്രാജുവൽ ആയിട്ടാണ് ലോഡിങ് വരുന്നതെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അഗ്രിഗേറ്റിൻ്റെ കഴിവിനെ നമ്മളെന്ന് പറയും എബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ് ടു റെസിസ്റ്റ് ഗ്രാജുവൽ ലോഡിങ്. അതിനാണ് നമ്മൾ ക്രഷ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹാർഡ്നെസ് ഓഫ് ദ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ് ടു റെസിസ്റ്റ് വിയർ ആൻഡ് ടിയർ ആണ് തേയ്മാനത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അഗ്രിഗേറ്റിൻ്റെ കഴിവിനെ നമ്മളെന്ന് പറയും ഹാർഡ്നെസ് എന്ന് പറയും. എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ലോഡിങ്, അതായത് സഡൻ ആയിട്ടുള്ള കുറഞ്ഞ ടൈമിൽ വരുന്ന ഹെവി ലോഡിങ് ദ ലോഡിങ് കമ്മിങ്, അതായത് ഹെവി ലോഡ് കംസ് ഇൻ എ വെരി ഫ്രാക്ഷൻ ഓഫ് ടൈം. അതായത് ഇമ്പാക്ട് ലോഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അഗ്രിഗേറ്റിൻ്റെ എബിലിറ്റിനെ നമ്മളെന്ത് പറയും? ടഫ്നെസ് എന്ന് പറയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്നാണ്. അതിൻ്റെ ഡെഫിനേഷൻ പറയണം, ഹൗ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് എന്നും കൂടി നമുക്ക് പറയണം. ക്ലിയർ അല്ലേ? സോ ഇഫ് യു ലുക്ക് അറ്റ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ക്വസ്റ്റിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റെലവൻറ്റ് ആൻഡ് മീനിങ് ഓഫ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ, അതായത് എന്താണ് ക്രഷിംഗ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതണം. ആൻഡ് ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ലാബിൽ കണ്ടക്ട് ചെയ്യുന്നത്, എത്രയാണ് സീവ് സൈസ്, എത്രയാണ് ലോഡിങ് കൊടുക്കാറുള്ളത്, എന്താണ് അതിൻ്റെ ആ ഒരു എസൻസ് എന്ന് എഴുതണം. സോ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? അഗ്രിഗേറ്റ് ക്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രെങ്ത് ഓഫ് ദ കോഴ്സ് അഗ്രിഗേറ്റ്. സ്ട്രെങ്ത് എന്ന ടേം നമ്മുടെ ഡയലോഗിൽ ഉണ്ടാവണം, നമ്മുടെ എക്സ്പ്ലനേഷനിൽ ഉണ്ടാവണം. സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേം ക്രഷിംഗ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേം ഉണ്ടാവണം. The strength of the coarse aggregate is assessed by aggregate crushing test, and the aggregate crushing value provides a relative measure of resistance to crushing under gradually applied compressive load ആണ്. ഒന്ന് അഗ്രിഗേറ്റ് ക്രഷിംഗ് വഴി നമ്മൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ വഴി നമ്മൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് അസസ് ചെയ്യുന്നത്. സോ സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേം ഉണ്ടാവണം. എന്താണ് സ്ട്രെങ്ത് എന്ന് പറയണം? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഗ്രാജുവലി അപ്ലൈഡ് കംപ്രസീവ് ലോഡ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ദാറ്റ് അഗ്രിഗേറ്റ് ക്രഷിംഗ് value is determined using aggregate crushing test ആണ് എഴുതണം. and which is indicated by a parameter that is termed as aggregate crushing value ആണ് അല്ലേ. aggregate crushing value ആണ് ACV. സോ ആ ടെസ്റ്റ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ടെസ്റ്റ് നിങ്ങൾ പ്രൊസീജിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് അഗ്രിഗേറ്റ് ഇൻ ബിറ്റ്വീൻ ഏതൊക്കെ സീവ് ആണ്? 10 mm and 12.5 mm സീവ് ആണ്. So these are the size of sieve used. നമ്മൾ എന്ത് ചെയ്യാണ്? We are taking aggregate which is retained over 10 mm sieve and passing through 12 mm sieve ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് സീവുകൾക്കിടയിൽ കാണപ്പെടുന്ന അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ 10 mm സീവും 12.5 mm സീവും നമ്മുടെ എക്സ്പ്ലനേഷനിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇത് ഡയലോഗ് ആക്കി എഴുതാം ഓരോ പോയിന്റ് ആയിട്ട് എന്താണ്? വി ആർ സെലക്ടിങ് ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതുന്നത്? വി ആർ സെലക്ടിങ് അഗ്രിഗേറ്റ് that is retained over 10 mm sieve and passed through 12.5 mm sieve. ആ sieve ഉണ്ടാവണം. ഓക്കെ, ലെറ്റ്സ് സേ ഇത്രയും അഗ്രിഗേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലെറ്റ്സ് സേ ദാറ്റ് മച്ച് ക്വാണ്ടിറ്റി ഈസ് x യൂണിറ്റ് ആണ്. അത്രയും ക്വാണ്ടിറ്റി. ഈ ഒരു x യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയും അഗ്രിഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, വി ആർ സെലക്ടിങ് ഇൻ എ സിലിണ്ടറിക്കൽ സ്പെസിമൻ ആണ്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്തു അഗ്രിഗേറ്റ് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ വി ആർ പ്ലേസിങ് ദീസ് അഗ്രിഗേറ്റ്സ് ഇൻ UTM and by means of UTM നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, വി ആർ അപ്ലൈയിങ് ലോഡ് ആണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാണ്. ഓഫ് 40 ടൺ ലോഡാണ്. 40 ടൺ ലോഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയും x എന്ന് പറയുന്നല്ലേ ക്വാണ്ടിറ്റി, x യൂണിറ്റ് അല്ലേ നമ്മൾ അഗ്രിഗേറ്റ് എടുത്തിരിക്കുന്നത്. യെസ്, അതിന് നമ്മൾ UTM അപ്ലൈ ചെയ്യാം. സോ ഈ 40 ടൺ യൂസിങ് UTM എന്ന് പറയുന്ന
ഡയലോഗ് വേണം. രണ്ടാമത്തെ പോയിന്റിൽ വി ആർ അപ്ലൈയിങ് എ ലോഡ് ഓഫ് 40 ടൺ ആണ്. 40 ടൺ ആണ്. യെസ്, എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്? ലൈക്ക് 4 ടൺ പെർ മിനിറ്റ്. 4 ടൺ പെർ മിനിറ്റ് എന്ന രീതിയിൽ അല്ലെ 10 മിനിറ്റ് നേരം നമ്മൾ ടെസ്റ്റ് നടത്തും. അതായത് UTMൽ നമ്മൾ ലോഡിങ് ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ലോഡിങ് റേറ്റ് എത്രയാണ്? 4 ടൺ പെർ മിനിറ്റ് ആണ്. മൊത്തം ലോഡ് കൊടുക്കുന്നത് 40 ടൺ ആണ്. സോ അടുത്ത ഡയലോഗിൽ രണ്ടാമത്തെ പോയിന്റിൽ നമ്മളെ ഡയലോഗ് ഉണ്ടാവേണ്ടത് ഇതാണ്. ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാം. ഫിഗർ ഈസ് വെരി സിമ്പിൾ. ഫിഗർ വരയ്ക്കണം. അപ്പോൾ മാർക്ക് കുറച്ച് കൂടി കൂടുതലായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലെ ഈ ലോഡ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രഷ് ആവില്ലേ? ഇത് ക്രഷ് ആവും. എന്നിട്ട് ഈ ക്രഷ് ആയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ പാസിംഗ് ത്രൂ എ സീവ് ഓഫ് 2.36 mm സീവ് ആണ്. 2.36 mm സീവിലൂടെ നമ്മൾ പാസ് ചെയ്യാണ് അല്ലേ? യെസ്. മൂന്നാമത്തെ ഡയലോഗ് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. വി ആർ പാസിംഗ് ദ ക്രസ്റ്റ് അഗ്രിഗേറ്റ് അല്ലെ? ഇതാണ് മൂന്നാമത്തെ ഡയലോഗ് നിങ്ങൾ എഴുതേണ്ടത്. വി ആർ പാസിംഗ് ദ ക്രസ്റ്റ് അഗ്രിഗേറ്റ് ത്രൂ 2.36 mm സീവ്. സോ ആ സീവും നിങ്ങളുടെ ഡയലോഗിൽ വരണം. സോ ഏതൊക്കെയാണ് വരേണ്ട ഡയലോഗ്? ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും കാണിക്കുന്ന ഡയലോഗ് എന്നാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ആക്കി എഴുതേണ്ട ഡയലോഗ് എന്താണ്? വി ആർ കളക്ടിങ് ദ അഗ്രിഗേറ്റ് which can be retained over 10 mm sieve and passing through 12.5 mm sieve, or we are taking aggregates in between 10 and 12.5 mm sieve. Let's say എത്ര കിട്ടി നമുക്ക്? x quantity, x unit aggregate കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത്? we are crushing the aggregate in UTM by providing a load at the rate of 40 ton per minute and providing a total load of 40 ton ആണ്. ക്ലിയർ അല്ലേ? യെസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത്? After crushing the aggregate in the UTM, we are passing the aggregates through 2.36 mm sieve. We are passing the aggregates through 2.36 mm sieve and we are noting the amount of aggregates passed through this 2.36 mm sieve. അതായത് y എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. that is nothing but aggregate passing through 2.36 mm sieve ആണ്. aggregate passing through 2.36 mm sieve ആണ്. സോ x കിട്ടി എന്താണോ? x എന്തായിരുന്നു? this is the amount of aggregate taken. y എന്താണോ? this is the amount of aggregate passing through 2.36 mm sieve ആണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എഴുതണം. എന്താണ്? then fourth step, the aggregate crushing value ACV is equal to എന്താണോ? y by x into 100 ആണ്. y by x into 100 ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ് എഴുതിയാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ആൻഡ് ഒരു പോയിന്റ് കൂടി എഴുതാം. യെസ്. എന്താണ്? ACV value should not be greater than എത്രയാണ്? ആ ഒരു സ്പെസിഫിക്കേഷൻ കൂടി എഴുതുക. should not be greater than 30 and ACV value should not be greater than 45 ആണ് അല്ലെ? ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 30ൽ കൂടാൻ പാടില്ല. ഫോർ ജനറൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, മറ്റേതെങ്കിലും രീതിയിലുള്ള ജനറൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 45. യെസ്. ഇതും കൂടി ഒന്ന് ബോക്സ് ചെയ്യുക. ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഫുൾ മാർക്ക് നമുക്ക് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് 3 മാർക്കിൻ്റെ. എന്താണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ എന്താണ് സ്ട്രെങ്ത് ഓഫ് എൻ അഗ്രിഗേറ്റ്. ദാറ്റ് ഈസ് ഗ്രാജുവലി ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി. ഹൗ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്? യൂസിങ് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ് ആണ്. ഫൈൻഡിങ് ഔട്ട് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ 10 mm സീവ്, 12.5 mm സീവ്, 2.36 mm സീവ് എന്നീ സീവുകൾ നമ്മൾ മെൻഷൻ ചെയ്യണം. UTMലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ ലോഡ് ഓഫ് 40 ടൺ അപ്ലൈ ചെയ്യുന്നുണ്ട് അറ്റ് എ റേറ്റ് ഓഫ് 4 ടൺ പെർ മിനിറ്റ് ആണ്. ആൻഡ് we are noting the quantity of aggregate that is passing through 2.36 mm sieve. ഇത്രയും കാര്യങ്ങൾ എഴുതണം. ACV is equal to y by x ആണ്. ACVൻ്റെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് ഫുൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്റ്റിങ്വിഷ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റനിങ് പോയിന്റ്, വെരി സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, ആൻഡ് ഫയർ പോയിന്റ്, അനദർ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഒന്നുമില്ല, അവർ തമ്മിൽ എന്ത് ചെയ്യുക? ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ 1-2 പോയിന്റുകൾ എഴുതിയാൽ മതി. ഓർ യെസ്, ആസ് പെർ ദ ആൻസർ കീ പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4 and 5. ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സ്പ്ലൈനിങ് ദ സോഫ്റ്റനിങ് പോയിന്റ് ആൻഡ് എക്സ്പ്ലൈനിങ് ദ ഫയർ പോയിന്റ് ആണ്. ഒന്ന് അതിനെ ഡിഫൈൻ ചെയ്യണം, പിന്നെ ടെസ്റ്റ് ചെയ്താന്നും കൂടി പറഞ്ഞാൽ മതി. നോക്കിയേ. യെസ്, വി ആർ ഡിഫൈൻഡ് ഇറ്റ്. സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റിംഗ് ആൻഡ് ബോൾ ടെസ്റ്റ് ആണ്. സോ ഈ പോയിന്റ് എന്തായാലും എഴുതണം, അതിന് മാർക്ക് ഉണ്ട്. റിംഗ് ആൻഡ് ബോൾ ആണ് അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഡെഫിനിഷൻ? രണ്ടാമത്തെ പോയിന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെമ്പറേച്ചർ ആണ്. Softening point is a temperature at which the substance attains a particular degree of softening, അല്ലെങ്കിൽ particular degree of flow ആണ് അല്ലെ? ഉരുകയാണ്, മെൽറ്റ് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മുടെ ബിറ്റുമിൻ ഉറ്റി വീഴുകയാണ് under specified conditions of test. So it is a temperature at which the substance attains a particular degree of softening under a specified condition of test ആണ്. So softening point is a temperature ആണ്, ഒരു ടെമ്പറേച്ചർ ആണ് അല്ലെ? ടെസ്റ്റ് എങ്ങനെയാണോ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. ടെസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ബ്രീഫ്ലി.
നമ്മളൊരു ഗ്ലാസ് ബീക്കർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ അകത്ത് നമ്മൾ യെസ് ബോൾ ആൻഡ് റിംഗ് അപ്പാരറ്റസിൽ അല്ലേ, നമ്മളൊരു റിംഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് ബിറ്റുമിൻ ഒഴിക്കും അല്ലേ. ഒരു റിംഗ് നമുക്കറിയാം, ഒരു റിംഗ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്കറിയാം ഇത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ബിറ്റുമിൻ ഫില്ല് ചെയ്യും. അതേപോലെ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു ബോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 2 റിങ്ങുകൾ നമ്മൾ അല്ലെ വിത്ത് എ ബോൾ, അതിൻ്റെ അകത്ത് ഫുൾ എന്ത് ചെയ്യും, ബിറ്റുമിൻ ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ സെറ്റപ്പ് നമ്മൾ വെള്ളത്തിൽ വെക്കും. എന്നിട്ട് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കും. കുറേ നേരം ചൂടാക്കുമ്പോൾ ഈ ബിറ്റുമിൻ ചൂടായി തുടങ്ങും, അപ്പോൾ അത് ഉരുകാൻ തുടങ്ങും. എന്നിട്ട് അത് താഴോട്ട് ഡ്രോപ്പ് ചെയ്യും അല്ലേ. യെസ്, ആ ബോൾ അടക്കം നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് കാണാം. ആ ഉരുകി താഴെ വീഴുന്ന ആ ടെമ്പറേച്ചറിനാണ് നമ്മൾ സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ബാക്കി റിലേഷൻ ഇത്രയും എഴുതിയാൽ മതി. ഈ പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ഇഫ് സോഫ്റ്റനിങ് പോയിന്റ് ഈസ് ലെസ് ദാൻ 80 ഡിഗ്രി വി യൂസ് വാട്ടർ ആസ് എ ബാത്ത്. ദെൻ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 80 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് സോഫ്റ്റനിങ് പോയിന്റിൻ്റെ യൂഷ്വൽ വാല്യൂ തീർച്ചയായിട്ടും എഴുതണം. ഓക്കെ, ഈ വാല്യൂ തീർച്ചയായിട്ടും നിങ്ങളെ എക്സാമിൽ നിങ്ങൾ എഴുതിയിരിക്കണം. യൂഷ്വലി സോഫ്റ്റനിങ് പോയിന്റ് വാരീസ് ഇൻ ബിറ്റ്വീൻ 35 to 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് നിങ്ങൾ ആലോചിച്ചേ, എന്താണോ നമ്മൾ സോഫ്റ്റനിങ് പോയിന്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചറാണ് at which the bitumen starts melting. It is the temperature at which bitumen starts melting. കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ, കൂടുതൽ ടെമ്പറേച്ചർ ലെറ്റ്സ് സേ ഒരു 80 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ബിറ്റുമിൻ എന്താണ് ഉരുകാൻ തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ബിറ്റുമിൻ ഹാർഡാണ്. ബിറ്റുമിൻ സോഫ്റ്റ് ആണോ? അല്ല, ബിറ്റുമിൻ ഹാർഡാണ്. ബിറ്റുമിൻ സോഫ്റ്റ് ആണെങ്കിലോ, ബിറ്റുമിൻ സോഫ്റ്റ് ആണെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ബിറ്റുമിൻ യെസ് ഉരുകാൻ തുടങ്ങും, എന്താണ് അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. So higher the softening point means higher is the temperature, that means harder is the bitumen. Lower the softening point means lower is the temperature, that is soft is the bitumen. Clear alle? So nokiye, higher the softening point means lower will be the temperature, higher the softening means lower will be the temperature susceptibility എന്നാണ്. അതായത് ടെമ്പറേച്ചറിൻ്റെ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി കുറവാണ്. Lower is the temperature susceptibility, lower is the temperature sensitivity. Higher the softening point means harder ആണ് bitumen. സോ കൂടുതൽ ടെമ്പറേച്ചർ വേണം അതിൻ്റെ മോൾട്ടൺ നടക്കാൻ വേണ്ടിയിട്ട്. അതായത് ടെമ്പറേച്ചറായിട്ട് യാതൊരു എഫക്റ്റും ഇല്ല, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കുറവാണ്. ദാറ്റ് ഈസ് ഹയർ, ദാറ്റ് ഈസ് ലോവർ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഇൻ ദ വാം ക്ലൈമറ്റ്. ഓക്കെ അല്ലേ. ഈ 2 പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഹൈ ഗ്രേഡ് വിറ്റമിൻ മീൻസ്, ഹൈ ഗ്രേഡ് വിറ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താണോ, ഹാർഡാണ്. ഹാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഹയർ സോഫ്റ്റനിങ് പോയിന്റ്. ക്ലിയർ അല്ലേ. ഇതാണ് സോഫ്റ്റനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഫയർ പോയിന്റ് ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ലോവസ്റ്റ് ടെമ്പറേച്ചർ, ലോവസ്റ്റ് എന്ന് വേണേ, ലോവസ്റ്റ് എന്ന് നിർബന്ധമാണ്. It is a lowest temperature at which the material is ignited and burns under specified condition at least for 5 seconds. കത്തുകയാണ്, നിന്ന് കത്തുകയാണ് അല്ലെ. ലോവസ്റ്റ് ടെമ്പറേച്ചർ at which it is ignited and burns. And ഏതൊരു ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, പെൻസ്കി മാർട്ടൻസ് ഓപ്പൺ കപ്പ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഫയർ പോയിന്റ് ആണ്. ഇത്രയും എഴുതിയാൽ മതി. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഏതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യെസ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ അവിടെ, യെസ് സോഫ്റ്റനിങ് ആൻഡ് ഫയർ പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ. സോ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇതാണ് പാർട്ട് എ, 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി. മൊഡ്യൂൾ 2-ലെ പാർട്ട് ബിയിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ 13 നോക്കിയേ. എ ആൻഡ് ബി ഉണ്ട്. വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ഹാർഡ്നെസ് ടെസ്റ്റ് ഫോർ അഗ്രിഗേറ്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 13 എ പാർട്ട്, എന്താണ് ഹാർഡ്നെസ്സിൻ്റെ റിലവൻസ് ടെസ്റ്റ് എന്ന് എഴുതണം, എന്താണ് ടെസ്റ്റ് എന്ന് എഴുതണം. ഓക്കെ അല്ലേ. അബ്രേഷൻ വാല്യൂ എന്താണ് എഴുതണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. They are asking to find out the hardness ആണ്. ഒന്ന് ഹാർഡ്നെസ് ഡിഫൈൻ ചെയ്യണം. എന്താണ് ഹാർഡ്നെസ്, വിയർ ആൻഡ് ടിയറിന്, തേയ്മാനത്തിനെതിരെ ഉള്ള റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ് ടു റെസിസ്റ്റ് എഗെയിൻസ്റ്റ് ഹാർഡ്നെസ്, വിയർ ആൻഡ് ടിയർ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഏതിലാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്, ലോസ് ആഞ്ചലസ് ടെസ്റ്റ് ആണ്. സോ ആ ടെസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്കിയേ, എന്താണ് അബ്രേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആദ്യം ഡെഫിനിഷൻ എഴുതണം. അബ്രേഷൻ ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു test the hardness property of the aggregate, yes, and to decide whether they are suitable for different payment concession work. Los Angeles abrasion test is preferred to carry out the hardness property and has been standardized by India. എന്താണ് ഹാർഡ്നെസ്, it is defined as the resistance to wear by abrasion, and the aggregate abrasion value is defined as the percentage loss in the weight ഓൺ അബ്രേഷൻ. സോ റെസിസ്റ്റൻസ് എന്നുള്ള ടേം തീർച്ചയായും ഉണ്ടാവണം. എന്തിന്, റെസിസ്റ്റൻസ് വിയർ ആണ്, ബൈ അബ്രേഷൻ അല്ലെ. അബ്രേഷൻ മീൻസ് അല്ലെ പാർട്ടിക്കിൾ ഫ്രിക്ഷൻ ആണ്. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പാർട്ടിക്കിളിലെ കഴിവിന് നമ്മൾ എന്ത് പറയും, ഹാർഡ്നെസ് എന്ന് പറയും. ക്ലിയർ അല്ലേ. യെസ്. സോ എന്താണ് ഹാർഡ്നെസ് ടെസ്റ്റ്, ലോസ് ആഞ്ചലസ് ടെസ്റ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ലോസ് ആഞ്ചലസ് അല്ലെ, യെസ് ആഞ്ചലസ് ടെസ്റ്റ് ആണ് അല്ലെ, ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ സെലക്ടിങ് സം ക്വാണ്ടിറ്റി ഓഫ് നമ്മൾ എന്ത് ചെയ്യാണ്,
some quantity of aggregates are taken, aggregates are selected. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? And the aggregate is placed in ഏതാണോ? യെസ്, ലോസ് ആഞ്ചലസ് മെഷീൻ ആണ് അല്ലേ, അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് മെഷീൻ ആണ്, ഡ്രം അല്ലേ, ലോസ് ആഞ്ചലസ് ഡ്രം ആണ് അല്ലേ, ലോസ് ആഞ്ചലസ് ഡ്രം ആണ്, along with steel balls, along with steel balls ആണ്, steel balls ആണ്. And steel balls-ന്റെ ഡയമെൻഷൻ എഴുതുക. എന്തൊക്കെയാണ് steel balls-ന്റെ സ്പെസിഫിക്കേഷൻസ്? യെസ്, വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് steel balls? യെസ് പറഞ്ഞേ, എത്രയാണ് അതിൻ്റെ ഡയമീറ്റർ? വെയിറ്റ്, സ്റ്റീൽ ബോൾസിൻ്റെ ഡയമീറ്റർ എത്രയാണ് വരുന്നത്? 48 mm ആണ് ഡയമീറ്റർ വരുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 390 to 450, 390 to 450 ഗ്രാം ആണ് അല്ലേ. യെസ്, വളരെ ചെറിയ വെയിറ്റ് ഉള്ള സ്റ്റീൽ ബോളുകളും ഉണ്ട്. നമ്മൾ അതൊരു ഡ്രമ്മിൽ ഫില്ല് ചെയ്യണം അല്ലേ. എന്താണ് ഡ്രം? ഡ്രമ്മിൻ്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫ്ലി വരച്ച് വെക്കുക അല്ലേ. ഇത്തരത്തിലുള്ള ഡ്രമ്മാണ്. ഈ ഡ്രമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? വിച്ച് ഇസ് സപ്പോർട്ടഡ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യാണ്. സോ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന അഗ്രിഗേറ്റ് ആണ്. ആൻഡ് അഗ്രിഗേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റീൽ ബോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. സ്റ്റീൽ ബോൾസ് 48 mm ഉണ്ടായ വെയിറ്റ് എത്രയാണ്? എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? യെസ്, വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ്. സോ ആ റൊട്ടേഷൻ സ്പെസിഫൈ ചെയ്യാം. വി ആർ റൊട്ടേറ്റിംഗ് അറ്റ് എ റേറ്റ് ഓഫ്, ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് എത്രയാണ്? 30 to 33 RPM ആണ്. ഫോർ 15 minutes ആണ് അല്ലേ. എത്ര നേരം നമ്മൾ ചെയ്യും? ഫോർ 500 times, ഫോർ 500 times ആണ്. സോ ഈ ഒരു റൊട്ടേഷൻ എഴുതണം. എത്രയാണ് അതിൻ്റെ റേറ്റ് ഓഫ് റൊട്ടേഷൻ? ആൻഡ് റൊട്ടേറ്റ് ഫോർ 500 times ആണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. വലിയ ഒച്ചപ്പാടാണല്ലേ. സോ എന്ത് സംഭവിക്കും? ഈ സ്റ്റീൽ ബോൾസും ഈ ഡ്രമ്മിൻ്റെ സൈഡ്സുമായിട്ട് അഗ്രിഗേറ്റ് എന്ത് ചെയ്യും? യെസ്, ഫ്രിക്ഷൻ വരുമ്പോൾ അത് തേയ്മാനം ഉണ്ടാവും അല്ലേ. അതിന് തേയ്മാനം ഉണ്ടാവും. സോ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ആഫ്റ്റർ റൊട്ടേറ്റിംഗ്, ആഫ്റ്റർ abrasion, the aggregate is passed through, ഏതാണ് സീവ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ 1.7 mm സീവ് ആണ്. 1.7 mm സീവ് ആണ്. സോ അത് അണ്ടർലൈൻ ചെയ്യുക. ഈ സീവിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ നോട്ട് ചെയ്യുന്നത്? വി ആർ നോട്ടിങ് ദ ക്വാണ്ടിറ്റി ഓഫ് aggregate passed through ഏതാണ്? passed through 1.7 mm sieve ആണ്. 1.7 mm സീവിലൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നോട്ട് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ഡ്രമ്മിൽ നിറച്ചിരിക്കുന്ന എത്രയാണ്? X യൂണിറ്റ് ആണ്. X യൂണിറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഫിൽഡ് ഇൻ ദ ഡ്രം. ആൻഡ് 1.75 mm പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇനി നോട്ട് ചെയ്യുന്നത് ഓഫ് അഗ്രിഗേറ്റ്. ലെറ്റ്സ് സേ എത്രയാണ്? Y യൂണിറ്റ് ആണ്. Y യൂണിറ്റ് ഓഫ് യെസ് അഗ്രിഗേറ്റ് ഈസ് പാസിംഗ് ത്രൂ 1.75 mm. ദെൻ അങ്ങനെയാണെങ്കിൽ അബ്രഷൻ വാല്യൂ അല്ലെ. അതിനെ നമ്മൾ ചുരുക്കി എന്താണ് പറയുക? AAV ഈസ് ഈക്വൽ ടു എന്താണ്? Y/X × 100 ആണ്. Y/X × 100 ആണ്. ഓക്കെ അല്ലേ. സോ ഈ വാല്യൂ കൂടി എഴുതി. ഇതിൻ്റെ വാല്യൂ എന്ത് എഴുതുക? AAV ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30 ഫോർ റോഡ് കൺസ്ട്രക്ഷൻ, and it should not be greater than 50 for general construction. യെസ് എന്നും കൂടി എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ. സോ നമ്മൾ എന്താ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത്? എക്സ് യൂണിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ആ അഗ്രിഗേറ്റിൻ്റെ പ്രത്യേകം എന്തായിരിക്കണം? ദേ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ അല്ലേ. ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഇൻ ബിറ്റ്വീൻ ഏതൊക്കെ സീവാടോ? 10 mm ആൻഡ് 12.5 mm ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് സീവിനിടയിലുള്ള അഗ്രിഗേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ലെറ്റ്സ് സേ എത്ര യൂണിറ്റ് ആണ്? X യൂണിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ആർ ഫിൽഡ് ഇൻ ദ ഡ്രം. ആണ്. അവരെ നമ്മൾ അലോങ് വിത്ത് സ്റ്റീൽ ബോൾ ഫില്ല് ചെയ്യാണ്. എന്നിട്ട് അവരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ഫോർ 500 times 30 to 33 RPM. അതിനുശേഷം അവർ തേയ്മാനം സംഭവിച്ചതിന് ശേഷം നമ്മൾ 1.75 mm സീവിലൂടെ പറഞ്ഞേക്കും. എന്നിട്ട് 1.7 mm സീവിലൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് Y/X കിട്ടിയാൽ AAV കിട്ടും. ക്ലിയർ അല്ലേ. ഇതാണ് ഹാർഡ്നെസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. നൗ 13 ബി പാർട്ട് നോക്കിയേ.
ലിസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് കണ്ടക്ടഡ് ഓൺ ബിറ്റുമിൻ ആൻഡ് അതിൽ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡക്ടിലിറ്റി ടെസ്റ്റും പെനിട്രേഷൻ ടെസ്റ്റും. വളരെ സിമ്പിൾ ടെസ്റ്റാണ്, 9 മാർക്കാണ്. ഓക്കെ, സോ നമ്മൾ ഫിഗർ വരച്ച് ചെയ്യാൻ പറ്റുന്നതേ നല്ലതായിരിക്കും. ആദ്യം നമുക്ക് പെനിട്രേഷൻ ടെസ്റ്റ് നോക്കാം. അല്ലെ, പെനിട്രേഷൻ ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ബിറ്റുമിൻ്റെ ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിലെന്താണ് നമ്മൾ പെനിട്രേഷൻ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. അല്ലെ, നമുക്കിത് ഫിഗർ വരയ്ക്കാൻ പറ്റില്ല, എന്നാലും നോക്കിയേ, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ മൗൾഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബിറ്റുമിൻ ഫില്ല് ചെയ്യും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നീഡിൽ പെനിട്രേറ്റ് ചെയ്യണം. 5 സെക്കൻഡ് കൊണ്ട് ഈ നീഡിൽ ഈ ബിറ്റുമിൻ എത്രത്തോളം പെനിട്രേറ്റ് ആകുന്നു എന്നാണ് നോക്കുന്നത്. ആൻഡ് ആ പെനിട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് 1/10 mm എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എന്താണ്, ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ബിറ്റുമിൻ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ മെഷർ ഓഫ് കൺസിസ്റ്റൻസി ഓർ ഗ്രേഡിംഗ് ഓഫ് ദ ബിറ്റുമിൻ ഇസ് ഓൾസോ ഡൺ. ബിറ്റുമിൻ ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ ഒരു പാത്രത്തിൽ ബിറ്റുമിൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നീഡിൽ നമ്മൾ പെനിട്രേറ്റ് ചെയ്യണം. ആ നീഡിൽ പെട്ടെന്ന് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ, ആ നല്ലപോലെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ബിറ്റുമിൻ സോഫ്റ്റ് ആണ്. ഇനി അതല്ല, കുറച്ചേ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പെനിട്രേഷൻ ബുദ്ധിമുട്ടുണ്ട്, അതായത് ഹാർഡാണ്. സോ സോഫ്റ്റ് ആണോ ബിറ്റുമിൻ, ഹാർഡ് ആണോ ബിറ്റുമിൻ എന്ന് പറയും. അതിനനുസരിച്ചാണ് നമ്മൾ ഗ്രേഡ് ഓഫ് ദ ബിറ്റുമിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് അടുത്ത പോയിന്റ് നോക്കിയേ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ടെസ്റ്റ് ഈസ് മെഷേർഡ് പെനിട്രേഷൻ ഇൻ 1/10 mm ആണ്. 1/10 mm ആകുമ്പോൾ പെനിട്രേഷൻ പറയുന്നത് ഓഫ് എ സ്റ്റാൻഡേർഡ് നീഡിൽ ഇൻ ബിറ്റുമിൻ സാമ്പിൾ അറ്റ് ടെമ്പറേച്ചർ 25 degree in 5 seconds. 5 സെക്കൻഡ് കൊണ്ട് എത്ര പെനിട്രേഷൻ ഉണ്ടാകുന്നു എന്ന് 1/10 mm നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ബിറ്റുമിൻ ടേക്കൻ ഈസ് 100 gram. ആൻഡ് പെനിട്രേഷൻ ഗ്രേഡ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ആസ് 80/100, 60/70, 30/40. എന്താണ് 80/100 മീൻസ് 80 mm മുതൽ 100 mm വരെ, അല്ലെങ്കിൽ 8 mm മുതൽ, അല്ലെ 80/100 മീൻസ് ദ പെനിട്രേഷൻ വാല്യൂ റേഞ്ചസ് ഇൻ ബിറ്റ്വീൻ 80 to 100 ആണ്. എന്ന് വെച്ചാൽ പെനിട്രേഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ 8 to 10 mm ആണ്. 8 to 10 mm എന്ന് പറയുന്ന പെനിട്രേഷൻ ഉണ്ടാകുന്നത് ബിക്കോസ് വി ആർ എക്സ്പ്രസിംഗ് ദ പെനിട്രേഷൻ ഇൻ 110 ആണ്. സോ 80/100 എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, പെനിട്രേഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ 8 to 10 mm ആണ്. ക്ലിയർ അല്ലേ? അത് ആ പോയിന്റ് എഴുതുക. ആസ് റോഡ് ടാർ ആർ സോഫ്റ്റ് പെനിട്രേഷൻ ടെസ്റ്റ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അത് എഴുതണ്ട, ഇത് എഴുതുക. ഇൻ ഹോട്ട് ക്ലൈമറ്റ് 30/40 ആണ്. എന്ന് വെച്ചാൽ പെനിട്രേഷൻ എത്രയാണ്, 3 mm to 4 mm പെനിട്രേഷൻ ആണ്. അതായത് ഹാർഡ് ബിറ്റുമിൻ ആണ്. ഗ്രേഡ് സി യൂസ്ഡ് ഫോർ ദ ലോ പെനിട്രേഷൻ വാല്യൂ. ക്ലിയർ അല്ലേ? സോ ഹാർഡ് ബിറ്റുമിൻ ആണ് വാമർ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം. ഇതാണ് ബിറ്റുമിൻ ടെസ്റ്റ്. അടുത്ത ടെസ്റ്റ് എന്താ ചോദിച്ചത്, ഡക്ടിലിറ്റി ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ലാബിൽ ചെയ്താണ് അല്ലേ. ഡക്ടിലിറ്റി ടെസ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ അഡ്ഹസീവ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇസ് അബിലിറ്റി ടു സ്ട്രെച്ച് ആണ്. നിങ്ങൾ നോക്കിയാൽ ഒരുപാട് അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തണ്ടേ, ഒരുപാട് അഗ്രിഗേറ്റ്സിനെ ബൈൻഡ് ചെയ്ത് നിർത്തണ്ടേ. ഈ അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ആരാണ്, ഇതിന് ചുറ്റും ഒട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്ന ഈ ബിറ്റുമിൻ ആണ്. സോ ഇവർക്ക് ചുറ്റും, ഓരോ അഗ്രിഗേറ്റിന് ചുറ്റും അല്ലേ, നമ്മളെ ബിറ്റുമിൻ എന്ത് ചെയ്യണം, നല്ലപോലെ കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്ത് അവർ തമ്മിൽ നല്ലപോലെ അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉണ്ടാക്കണം. നിങ്ങൾ നോക്കിയാൽ നമ്മൾ ബബിൾക്കം പണ്ട് ഇങ്ങനെ നീട്ടി വലിക്കാറില്ലേ, ബബിൾക്കം നമ്മൾ നീട്ടി വലിക്കാറില്ലേ, അല്ലെ, കുറേ നേരം നമുക്ക് നീട്ടി വലിക്കാൻ പറ്റും. അതേപോലെ ബിറ്റുമിൻ നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ നീട്ടി വലിക്കാൻ പറ്റുന്ന ടൈപ്പ് ബിറ്റുമിൻ ആയിരിക്കണം. മനസ്സിലായില്ലേ? ആ ഒരു നീട്ടി വലിക്കാൻ പറ്റുന്നുണ്ടോ, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ അഡ്ഹസീവ് പ്രോപ്പർട്ടി ആണ്, ഓർ ഇലാസ്റ്റിസിറ്റി, ഓർ ഹൗ മച്ച് ഇറ്റ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ബിറ്റുമിൻ ഈസ് ഫിൽഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ബ്രിക്ക്വുഡ് സ്പെസിമൻ ഹാവിംഗ് എ മിനിമം 10/10 mm ക്രോസ് സെക്ഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ബ്രിക്ക്വുഡ് എന്ന് പറയുന്നത്, അല്ലെ, ഒരു മൗൾഡാണ്. സ്റ്റാൻഡേർഡ് ബ്രിക്ക്വുഡ് ആണ്, ഒരു മൗൾഡ്. നമ്മൾ ഇതിൽ എന്ത് ചെയ്യും, ബിറ്റുമിൻ ഫില്ല് ചെയ്യും, ഇങ്ങനെ ഫുള്ള് ബിറ്റുമിൻ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതാ വാട്ടർ ബാത്തിൽ നമ്മൾ വെച്ചിട്ട്, അല്ലെ, ഇതിനെ നമ്മൾ അങ്ങോട്ട് പുള്ളിയാണ്. ഇതിവിടെ സ്റ്റേഷനറി ആയിരിക്കും, ഫിക്സ്ഡ് ആണ് ഇതിവിടെ. എന്നിട്ട് ഈ ഒരു എൻഡിനെ നമ്മൾ പിടിച്ച് വലിക്കുകയാണ്, അല്ലെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇതെന്താവും, ഇങ്ങനെ നൂല് പോലെ, അല്ലെ, ബബിൾക്കം നമ്മൾ ഇലാസ്റ്റിക്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്ട്. ആൻഡ് എന്താണ് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻ സെന്റിമീറ്റർ ആണ്. ടു വിച്ച് ദ ബിറ്റുമിൻ സ്പെസിമൻ ഓഫ് സ്റ്റാൻഡേർഡ് സൈറ്റ് സ്ട്രെച്ചസ് ബിഫോർ ദ ത്രെഡ് ബ്രേക്സ്. അല്ലെ, കുറേ നേരം ഇങ്ങനെ വലിച്ച് അത് പൊട്ടൂലേ, അല്ലെ, അത് നൂല് പോലെയായി അത് പൊട്ടും. അത് പൊട്ടുന്നതിന് മുമ്പ് വരേണ്ടാവുന്ന ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇൻ സെന്റിമീറ്റേഴ്സ്. ആൻഡ് ടെസ്റ്റ് കണ്ടക്ടഡ് 27 degree Celsius അറ്റ് എ റേറ്റ് ഓഫ് പുൾ ഓഫ് 50 mm per minute ആണ്. അത് ചോദ്യമാണ്. സോ അത് നമ്മുടെ എക്സാമിൽ ഹൈലൈറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ആൻഡ് ഡിസൈഡ് വാല്യൂ ഓഫ് ഡക്ടിലിറ്റി എത്രയാണ്, 50 cm ആണ്. ക്ലിയർ അല്ലേ? അതായത് 5 cm per minute എന്താണ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വലിക്കും. ക്ലിയർ ആണോ? യെസ്, ഇതാണ് ഡക്ടിലിറ്റി ടെസ്റ്റ്. ബാക്കി ടെസ്റ്റുകൾ ഏതൊക്കെയാണോ, ആ 2 ടെസ്റ്റാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ബാക്കിയുള്ള ടെസ്റ്റുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. പെനിട്രേഷൻ ടെസ്റ്റും ഡക്ടിലിറ്റി ടെസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ എന്തൊക്കെ എഴുതണം, ബാക്കി ഏതൊക്കെയാണ്, വിസ്കോസിറ്റി ടെസ്റ്റ് ആണ് പറയുന്നത്, അത് ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഒറിഫീസ് വിസ്കോമീറ്റർ ടെസ്റ്റ് എന്ന് പറയും. സ്പെസിഫിക് ഗ്രാവിറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, അല്ല 0.97 to 1.02. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. സോളിബിലിറ്റി ടെസ്റ്റ്, സ്പോട്ട് ടെസ്റ്റ്, വാട്ടർ കണ്ടന്റ് ടെസ്റ്റ്,
സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് ഫ്ലോട്ട് ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇത് ലിസ്റ്റ് ചെയ്താൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പെനിട്രേഷൻ ടെസ്റ്റും ഡക്ടിലിറ്റി ടെസ്റ്റുമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ പാർട്ട് ബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ പാർട്ട് ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണോ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് മൊഡ്യൂൾ 2ലെ പാർട്ട് ബിയിലെ രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമ്മളിത് സൊല്യൂഷൻ പ്രോഗ്രാം പറയുമ്പോൾ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? സോ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 14 എന്താ പറയുന്നത്? റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ടു ഡിസൈൻ എ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ബൈ CBR മെത്തേഡ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഓഫ് എ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ്. സിമ്പിൾ ആണ് അല്ലേ? CBR മെത്തേഡാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഒരേ ഒരു മെത്തേഡ് ഫോർ ഡിസൈനിങ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് 7 മാർക്കാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പിനെ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡാണ്. എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ്? സിമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ ആണ്. സോ നമുക്ക് അഡീഷണലി അത്യാവശ്യം കിട്ടുന്ന പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്താ എഴുതി നോക്കാം. ഓക്കെ അല്ലേ? സോ ഓക്കെ അല്ലേ? നമുക്ക് ഓരോ ക്വസ്റ്റിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14ലെ പാർട്ട് എ പറയുന്നത് റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ എന്നാണ് അല്ലേ? റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ടു ഡിസൈൻ എ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ബൈ CBR മെത്തേഡ്. CBR മെത്തേഡ് വഴി ഫ്ലെക്സിബിൾ പേയ്മെന്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഓഫ് എ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡാണ്. ഓക്കെ അല്ലേ? സോ ഫ്ലെക്സിബിൾ പേയ്മെന്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, എന്താണ് ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്നൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. യെസ്, CBR മെത്തേഡാണ് നമുക്ക് എക്സാം അല്ലേ നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള മെയിൻ ഐറ്റം ഏതാണ്? CBR മെത്തേഡാണ്. സോ ഡിസൈൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ബൈ CBR മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്താണ് നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CBR മെത്തേഡിൽ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ മെത്തേഡിൽ അല്ലേ ഒരേ ഒരു മെത്തേഡ് നമുക്ക് ഇതാണ്. വി ആർ ആക്ച്വലി ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഡേ. A is equal to capital A is equal to P into 1 plus R by N plus 10 ആണ് അല്ലേ? യെസ്, ദിസ് ഇസ് എ ഫോർമുല ആസ് പെർ ദ CBR. വേർ A എന്ന് പറഞ്ഞാൽ എന്താണോ ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾ പെർ ഡേ, P എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വെഹിക്കിൾ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് കൗണ്ട്, R ഇസ് എ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ട്രാഫിക്. അത് ബൈ ഡിഫോൾട്ട് വാല്യൂ എത്രയാണെന്നും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. എത്രയാണ്? 7.5% ആണ്. ഇഫ് നത്തിങ് ഈസ് നോൺ അല്ലെങ്കിൽ ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ? N എന്താണ്? ക്യാപിറ്റൽ സ്മോൾ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതായത് നമുക്കറിയാം ഈ മെത്തേഡ് നമുക്കറിയാം അല്ലേ? ഇന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ? നമുക്കൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. സോ ഇന്നാണ് നമ്മൾ ലെറ്റ്സ് ഇപ്പോൾ 2022 നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോഴേക്ക് അല്ലേ കൺസ്ട്രക്ഷൻ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ എത്രയാവും? 2025 ആവാൻ ചാൻസ് ഉണ്ട്. 3 കൊല്ലം ചിലപ്പോൾ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടാവാം. സോ ഇന്നത്തെ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് പെർ ഡേ. അല്ലാതെ ഇന്നത്തെ ട്രാഫിക് ആണ് 2022 ട്രാഫിക് ആണിത് P എന്ന് പറയുന്നത്. നോക്കിയേ, 2025 ആകുമ്പോഴേക്കും ആ ട്രാഫിക് ഇൻക്രീസ് ചെയ്യില്ലേ? 3 കൊല്ലം കൊണ്ട് യെസ് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഉള്ള റോഡ് എക്സിസ്റ്റിംഗ് റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ട്രാഫിക് ആണിത് A എന്ന് പറയുന്നത്. ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ അല്ല, ട്രാഫിക് ആണ് ഇത് P എന്ന് പറയുന്നത്. സോ ഇഫ് യു നോ ദ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ, ഇഫ് യു നോ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഇഫ് യു നോ ദ കൺസ്ട്രക്ഷൻ പീരീഡ് N അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫ്രം ദ ലാസ്റ്റ് കൗണ്ട് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇയർ ഓഫ് ദ പേയ്മെന്റ് അങ്ങനെയും പറയാം. ദെൻ ഫ്യൂച്ചർ പോപ്പുലേഷൻ ട്രാഫിക് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? യെസ്. സോ ഈ പോയിന്റുകൾ എഴുതണം, CBR മെത്തേഡ് എഴുതണം. ഡിസൈനിങ് പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഡിറ്റർമൈൻ ദ ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? രണ്ടാം സ്റ്റെപ്പ് ഇതാണ്. ഒന്നാം സ്റ്റെപ്പ് വി ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ A കണ്ടുപിടിക്കും. സോ A നമുക്ക് കിട്ടി. ലെറ്റ്സ് A എന്ന് പറയുന്നത് 1658 ആണ് കിട്ടിയത്. 1658 ആണ് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദിസ് ഡിസൈൻ ചാർട്ട് അല്ലേ? നമ്മൾ ഈ ഡിസൈൻ ചാർട്ട് യൂസ് ചെയ്യണം. യൂസിങ് ദ ഡിസൈൻ നമ്പർ ഓഫ് വെഹിക്കിൾ സെലക്ട് ദ ഡിസൈൻ കർവ് ഫ്രം ദ CBR കർവ് ആണ്. ഓക്കെ, ഈ CBR കർവ് നമുക്ക് എക്സാമിന് വരച്ച് കാണിക്കേണ്ടി വരും നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? എക്സാമിന് നിങ്ങൾ ഈ കർവ് വരച്ച് കാണിക്കേണ്ടി വരും. അതിന് മാർക്കുണ്ട്. CBR ചാർട്ട് നിങ്ങൾ വരച്ച് കാണിക്കണം എക്സാമിന്, അതിന് മാർക്കുണ്ട്. വെറുതെ പ്രൊസീജിയർ മാത്രം എഴുതിയാൽ പോരാ അല്ലേ? വളരെ റഫായിട്ട് വരച്ച് കാണിക്കുക. CBR ഓൺ ദ ആക്സിസ് വി ആർ ഹാവിംഗ് ഡെപ്ത് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഇൻ mm ആണ് ആൻഡ് CBR പെർസെൻറ്റേജ് ആണ്. ആൻഡ് ഇതിന് ഒരു അല്ലെ കുറേ കർവ് കാണുന്നില്ലേ? ABCDEFG എന്ന് പറയുന്ന കർവ് കാണാം നമുക്ക്. ആ ABCDEFGH എന്താണത്? ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ക്യാപിറ്റൽ എത്ര കിട്ടിയത്? 1658 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അത് ഏത് റേഞ്ചിലാണ് വരുന്നത്? ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ റേഞ്ച് F ആണ്. എന്താണിത്? ട്രാഫിക് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഡേ എക്സീഡിങ് 30 kN ലാഡൻ വെയ്റ്റ് ആണ്. ഓക്കെ അല്ലേ? സോ നമ്പർ ഓഫ് വെഹിക്കിൾസ് എത്രയാണ്? 1500 4500 ഇടയിലാണെങ്കിൽ F കർവാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഏതാണ് F കർവ്? യെസ്. ഇനി നമ്മൾ എല്ലാ വാല്യൂസും എടുക്കാൻ പോകുന്നത് അബൌട്ട് ഈ F കർവാണ് അല്ലേ? സോ ഈ പർട്ടിക്കുലർ F കർവാണ്. സോ നിങ്ങൾക്ക് F കർവാണ് സെലക്ട് ചെയ്യുന്നത് കിട്ടി ഫ്രം ദീസ് ടേബിൾ. എന്നിട്ട് ഓരോ CBR വാല്യൂവിനും അനുസരിച്ച് നമ്മൾ ഡെപ്ത് ഓഫ് ദ കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിക്കും.
ഡെപ്ത് ഓഫ് ദ കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഡെപ്ത് ഓഫ് കൺസ്ട്രക്ഷൻ മീൻസ് പേയ്മെൻറ്റിൻ്റെ ഓരോ ലെയറിൻ്റെയും തിക്നെസ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഈ പറയുന്ന CBR ചാർട്ട് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ആ പ്രൊസീജിയർ അങ്ങനെ തന്നെ എഴുതണം, ഡയലോഗാക്കി എഴുതുകയും വേണം. ഓക്കെ, ഫ്രം ദ ഡിസൈൻ കർവ് ഡിറ്റർമൈൻ ദ തിക്നെസ് ഓഫ് ദ പേയ്മെൻറ്റ്. Thickness of the payment above each layer based on the CBR value. Provide minimum thickness of the surface layer as 5 cm. So നമ്മൾ സർഫസ് ലെയറിന് വേണ്ടി എത്ര തിക്നെസ് ഉണ്ടാവുമെന്ന് ഈ ചാർട്ടിൽ അവൈലബിൾ അല്ല. 5 cm ആണ് നമ്മൾ ഡിഫോൾട്ട് കൊടുക്കുന്ന വാല്യൂ. ഡ്രോ ദ പേയ്മെന്റ് ഷോയിങ് ദ തിക്നെസ് ഓഫ് ഈച്ച് ലെയർ. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേയ്മെന്റ് തിക്നെസ് കൂടി കാണിക്കണം. നമുക്കറിയാം ഇതാണ് ഏറ്റവും താഴെയാണ് എന്ത് വരിക, വി വിൽ ബി ഹാവിംഗ് സബ് ഗ്രേഡ് ആൻഡ് പേയ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത് വാട്ട് എവർ ദ തിക്നെസ് എബവ് ഏതാണ്, സബ് ഗ്രേഡ് ആണ് അല്ലേ, അതാണ് പേയ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇതെന്താണ്, ദിസ് ഈസ് സർഫസ് കോസ് ഓർ ബിയറിംഗ് കോസ് ആണ്. തിക്നെസ് എത്രയാണ്, 5 cm ആണ്. 5 cm ആണ്. ഓക്കെ അല്ലേ? യെസ്, നിങ്ങൾ ലെറ്റ്സ് സേ CBR 1 ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ CBR 2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഈസ് CBR 3 ആണ്. CBR 3 ആണെങ്കിൽ നിങ്ങൾ CBR 3 വാല്യൂ വെച്ച് കിട്ടുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഈ തിക്നെസ് ആയിരിക്കും അല്ലേ. CBR 3 വെച്ച് കിട്ടുന്ന തിക്നെസ് ഇതായിരിക്കും, ഇതാണ് T3 എന്ന് പറയുന്നത്. CBR 2 വെച്ച് കിട്ടുന്നതോ, യെസ് CBR 3 വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, CBR 3 വെച്ചാൽ തിക്നെസ് എബവ് എന്താണ്, സബ് ഗ്രേഡ് കിട്ടും. ആൻഡ് CBR 2 വെച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ തിക്നെസ് എബവ് ദിസ്. ഇതിനെന്താ പറയുക, നമ്മൾ സബ് ബേസ് കോസ് എന്നാണ് പറയുക അല്ലേ, സബ് ബേസ് കോസ് എന്നാണ് പറയുക. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ബേസ് കോസ് ആണ്, ക്ലിയർ അല്ലേ? യെസ്, CBR 2 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർഫസ് കോസ് വരില്ല, T2 കിട്ടും. ആൻഡ് ആ T2 നിങ്ങൾ എന്ത് കുറച്ചാൽ മതി, 5 cm കുറച്ചാൽ നിങ്ങൾക്ക് ബേസ് കോസിന് തിക്നെസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഏതിൻ്റെയാണോ CBR നമുക്ക് തന്നിരിക്കുന്നത്, സബ് ഗ്രേഡിൻ്റെയാണ് CBR ഉള്ളതെങ്കിൽ സബ് ഗ്രേഡിന് മുകളിലേക്കുള്ള തിക്നെസ് കിട്ടും. സബ് ബേസിൻ്റെ ആണ് നിങ്ങൾക്ക് CBR അല്ലെങ്കിൽ സബ് ബേസിന് മുകളിലുള്ള തിക്നെസ് നിങ്ങൾക്ക് കിട്ടും അല്ലെ, എബവ് ദ അല്ലെങ്കിൽ ടോപ്പ് നിന്ന് ഇങ്ങോട്ടുള്ളത്, അങ്ങനെയും പറയാറുണ്ട് അല്ലേ. സോ ദിസ് ഈസ് ദ മെത്തേഡ്സ് ഓഫ് ഡിസൈനിങ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് യൂസിങ് CBR മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ എഴുതണം, ചാർട്ട് എഴുതണം, പ്രൊസീജിയർ എഴുതണം, ഒരു ഫിഗർ എഴുതണം. ചാർട്ട് വരയ്ക്കാനുണ്ട്, അതിൻ്റെ പ്രൊസീജിയർ എഴുതണം, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പറയണം, ഈ പറയുന്ന ടേബിൾ വാല്യൂസ് നിങ്ങൾ പറയണം. ദെൻ റഫ് ആയിട്ട് ഒരു ഫിഗർ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്കാണ്. ഓക്കെ അല്ലേ? 7 മാർക്ക് കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? 7 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പാണ് ഓഫ് എ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ്. കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഓഫ് എ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വരയ്ക്കുക അല്ലേ. എന്തൊക്കെയാണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് സോയിലിനെ നമ്മൾ പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്യണം എന്നുള്ള പോയിന്റ് എഴുതണേ. അതാണ് സബ് ഗ്രേഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് സോയിലിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നമ്മൾ കോമ്പാക്ട് ചെയ്യും അപ് ടു ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ദെൻ സബ് ബേസ് കോസ് ഈസ് ദർ. ആൻഡ് ഏറ്റവും ടോപ്പിൽ ഏതാണുള്ളത്, വി വിൽ ബി ഹാവിംഗ് സർഫസ് കോസ് ഓർ വിയറിംഗ് കോസ് ആണ് അല്ലേ. സോ ഇത് വരച്ച് തുടങ്ങുക. ഇതാണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി എല്ലാ ഡാറ്റയും ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡിന്റെ പ്രിപ്പറേഷൻ ആണ്. നമുക്കറിയാം ബിറ്റുമിനസ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ആൻഡ് സർഫസ് കോസ് ലെയർ ആണ്. ബേസ് കോസ് ആയിട്ട് യൂസ് ചെയ്യാം, സർഫസ് കോസ് ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. സർഫസ് ഈസ് കൺസിഡർഡ് ആസ് സർഫസ് ഡ്രസ്സിംഗ് ഓർ ആസ് ബിറ്റുമിനസ് കോൺക്രീറ്റ് ആണ്. ആൻഡ് ബേസ് ലെയർ ഈസ് കൺസിഡർഡ് ആസ് പെനിട്രേഷൻ മെക്കാഡം ഓർ ആസ് ബിറ്റുമിനസ് മെക്കാഡം ആണ്. ഓക്കെ അല്ലേ? ബിറ്റുമിനസ് മെക്കാഡം ആണ് അല്ലെങ്കിൽ പെനിട്രേഷൻ മെക്കാഡം ആണ്. സോ ഓരോന്നിൻ്റെയും പ്രൊസീജിയർ നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ബിറ്റുമിനസ് നമ്മൾ ആസ് എ സർഫസ് ഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറിയാവുന്ന വാല്യൂകളൊക്കെ എഴുതും. ഓക്കെ, നമ്മൾ ഏത് ടൈപ്പ് ബിറ്റുമിൻ ആണ് യൂസ് ചെയ്യുന്നത്, ഓഫ് ഗ്രേഡ് 80 to 100 ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. 80/100 ആണ്. ടാർ ആൻഡ് കട്ട് ബാക്ക് മേ ബി യൂസ്ഡ്. അഗ്രിഗേറ്റ് ഏതൊക്കെയാണോ, ഷുഡ് ബി ക്ലീൻ, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. അതിൻ്റെ എല്ലാ വാല്യൂസും നമുക്കറിയാം അല്ലേ. ലോസ് ആഞ്ചൽസ് വാല്യൂ, ഇമ്പാക്ട് വാല്യൂ, വാട്ടർ അബ്സോർപ്ഷൻ, ഷിപ്പിംഗ് വാല്യൂ, സൈസ് ഇൻ mm ആൻഡ് ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ വാല്യൂസ് ആദ്യത്തെ 4 വാല്യൂസ് എന്തായാലും ഒന്ന് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് എന്താണ് പ്രൊസീജിയർ, കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ, പ്രിപ്പറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സർഫസ് ആണ്. എന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് ലെവൽ ദ എക്സിസ്റ്റിംഗ് ലെയർ ആൻഡ് പ്രൈം കോട്ട് ഓഫ് ബിറ്റുമിൻ ഈസ് അപ്ലൈഡ്. അതിനുശേഷം അപ്ലിക്കേഷൻ ഓഫ് ബൈൻഡർ ആണ്. ബിറ്റുമിൻ ബൈൻഡർ ഈസ് അപ്ലൈഡ് യൂസിങ് മെക്കാനിക്കൽ സ്പ്രേയർ ഓർ ബൈ മാനുവലി പോറിംഗ് ആണ്. ദെൻ അതിന് മുകളിൽ അപ്ലിക്കേഷൻ ഓഫ് സ്റ്റോൺ ചിപ്പിംഗ് ഈസ് സ്പ്രെഡ് ഓവർ ദ സർഫസ് യൂണിഫോംലി ആസ് പെർ ദ ക്വാണ്ടിറ്റി റിക്വയർഡ്. പിന്നെ നമ്മൾ അതിനെ റോളിംഗ് ചെയ്യും അല്ലെ, പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്യും. സർഫസ് ഈസ് റോൾഡ് വിത്ത് ദ ടാൻഡം റോളേഴ്സ് ഫ്രം ദ എഡ്ജ് ടു ദ സെന്റർ വിത്ത് ഓവർലാപ്പിംഗ് ആണ്. ഫ്രം ദ എഡ്ജ് ടു ദ സെന്റർ ആണ്. നൗ അതിനുശേഷം ഫിനിഷിംഗ് ആൻഡ് ഓപ്പണിംഗ് ദ ട്രാഫിക്. ദാറ്റ് ഈസ് സർഫസ് ഈസ് ചെക്ക്ഡ് ഫോർ ക്രോസ് പ്രൊഫൈൽ ആൻഡ് ഓപ്പൺ ടു ട്രാഫിക് ആഫ്റ്റർ 24 hours ആണ്. ഇതാണ് എന്ത്,
യെസ് ബിറ്റുമിനസ് ആസ് സർഫസ് കോഴ്സ് ആണ് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെന്താണ്? ദെൻ ബിറ്റുമിനസ് കോൺക്രീറ്റ് ആണ് മെറ്റീരിയൽ ഈസ് റിക്വയർഡ്. ബിറ്റുമിൻ ആണ്. ഗ്രേഡ് എത്രയാണ്? 30, 40, 70, 60, 70, 80, 100 ആണ്. യെസ് എന്താണ്? ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ അല്ലേ? ഇവിടെ 1% എന്ന് പറയുന്ന വാട്ടർ അബ്സോർപ്ഷൻ വാല്യൂ ആണ് വരുന്നത്. പ്രൊസീജിയർ സെയിം തന്നെയാണ് പ്രൊസീജിയർ. ഓക്കെ അല്ലേ? യെസ് നമുക്ക് ആസ് എ ബേസ് കോഴ്സ് ആണ് പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആസ് പെനിട്രേഷൻ മെക്കാഡം ആവാം അല്ലെങ്കിൽ ബിറ്റുമിനസ് മെക്കാഡം ആവാം. ഓക്കെ അല്ലേ? മെറ്റീരിയൽ യൂസ് ഈസ് ബിറ്റുമിനസ് ഓഫ് ഹൈ വിസ്കോസിറ്റി ഓർ ടാർ ഓഫ് RT4 or RT5 ആണ്. ഈ ടേബിൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് 4 വാല്യൂസ് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? യെസ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ അഗ്രിഗേറ്റിലെ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 20 mm to 80 mm അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൊസീജിയർ ഏകദേശം കുറച്ചൊക്കെ സെയിം ആണ്. എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് ലെവൽ ദ എക്സിസ്റ്റിംഗ് ലെവൽ ആൻഡ് പ്രൈം കോട്ട് ബിറ്റുമിൻ ഈസ് അപ്ലൈഡ്. പിന്നെ എന്താണ്? സ്പ്രെഡിംഗ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. Coarse aggregate is spread over the surface using mechanical method or by hand uniformly. Give proper edge protection, avoiding spilling of aggregate away from the profile. Use templates to cut the provide required camber. പിന്നെ നമ്മൾ റോൾ ചെയ്യും അല്ലെ? ഇങ്ങനെ കോഴ്സ് അഗ്രിഗേറ്റ് ഫിൽ ചെയ്തതിനു ശേഷം നമ്മൾ റോൾ ചെയ്യും. അതും എവിടെ തന്നെയാണ്? ഫ്രം എഡ്ജ് ടു സെന്റർ വിത്ത് ഓവർലാപ്പിംഗ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ ഓഫ് ബൈൻഡർ ആണ്, അതായത് നമ്മുടെ ബിറ്റുമിൻ അപ്ലൈ ചെയ്യും. ദെൻ സ്പ്രെഡിംഗ് ഓഫ് കീ അഗ്രിഗേറ്റ് ആർ സ്പ്രെഡ് ഓവർ ദ ബിറ്റുമിൻ യൂണിഫോംലി. Seal coat is applied over the key aggregate. Finishing and opening for the traffic ആണ്. That is as bituminous macadam ആണ്. Penetration macadam ആണ്. Then same thing ആണ്. Okay. As bituminous macadam, construction same ആണ്. Clear അല്ലേ? ഇതാണ് നമ്മുടെ ഏത് കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഓഫ് എ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ്. അതിൽ നമ്മൾ സബ് ബേസിന്റെ അല്ലെ സബ് ഗ്രേഡിന്റെ പ്രിപ്പറേഷൻ കൂടി പറയണം അല്ലെ? ബേസ് കോഴ്സും സബ് ബേസ് കോഴ്സും ഒരേ രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടാവാറുള്ളത് അല്ലെ? സബ് ബേസ് കോഴ്സ് എല്ലായിടത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഓൺലി അറ്റ് ദ മാർഷി ലാൻഡ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ഉള്ളത്. സബ് ഗ്രേഡിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് സോയിലിനെ നമ്മൾ റോളേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഡ്രൈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഹെവിലി കോമ്പാക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പാർട്ട് എയിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് 14 മാർക്കിന്റെ വിത്ത് ചോയ്സ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ബാക്കിയുള്ള മൊഡ്യൂളുകളുമായി അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു.